സ്ട്രോക്ക് വന്ന് ഇങ്ങനെ ഡയാലിസിലേക്കാണ്. ഇപ്പോൾ എനിക്ക് ആഴ്ചയിൽ 3 ഡയാലിസാണ് ചെയ്യുന്നത്. എൻ്റെ നല്ലവരായ നാട്ടുകാർ നല്ല രീതിയിൽ എന്നെ സഹായിച്ചു. ആ ഒരു സഹായത്തിന് ബന്ധം എൻ്റെ മക്കളുടെ പഠിത്തവും എൻ്റെ വീട്ടുകാരും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പറയണമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം, എന്നെ സഹായിക്കണം. അത്രയും വിഷമിച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ രക്ഷിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും. ഇത് കാണുന്നവരെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കിനി വേറൊരു വഴിയുമില്ല. ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. ഞാൻ കാണുന്നവരെല്ലാവരും ഞങ്ങളെ സഹായിക്കും. ഇത് കാണുന്നവരെല്ലാവരും സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ മേനാംപള്ളിയിലുള്ള ബിജു എന്ന് പറയുന്ന സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പിറകിൽ കാണുന്ന ഈ മക്കളൊക്കെ ഇവരൊക്കെ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളാണ്. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ മക്കള് ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വളരെ ശാന്തമായി നിൽക്കുന്നത് എന്താ നിങ്ങൾക്കറിയോ? അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ അച്ഛനെ തിരിച്ചു കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കളൊക്കെ വെക്കേഷൻ സമയത്ത് കളിച്ചും ചിരിച്ചും അതുപോലെ യാത്രകളൊക്കെ പോകുമ്പോൾ ഈ മക്കള് ബക്കറ്റ് പിരിവുമായി തന്റെ പ്രിയപ്പെട്ടവരുടെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ കണ്ടുകൊണ്ട് ഈ നാട് മുഴുവനും ബക്കറ്റ് താണ്ടി ഏകദേശം ഒരു 6 ലക്ഷം രൂപയോളം ഈ മക്കള് ഈ പ്രായത്തിൽ സ്വരൂപിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട മലയാളി സമൂഹം മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് അത്ഭുതത്തോടുകൂടി ഫണ്ട് കണ്ടെത്തി ഈ സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയതാണ്. എല്ലാവരും സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ലോകം മുഴുവനും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഇവരുടെയൊക്കെ ആഗ്രഹം പോലെ ആ പ്രിയപ്പെട്ടവൻ പൊതുജീവിതത്തിലേക്ക് വരാൻ വേണ്ടി സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ സാഹചര്യം കൊണ്ടാണ്. ഇത് ഞങ്ങളുടെ കൂട്ടുകാരിയാണ്. ഇവരുടെ അച്ഛൻ്റെ വൃക്ക 2 തകരാറിലാണ്. ഇനി ഒരു 20 ലക്ഷം രൂപയും കൂടി വേണം. അസ്സലാമു അലൈക്കും. ഇത് ഞങ്ങളുടെ കൂട്ടുകാരികളാണ്. അവരുടെ അച്ഛൻ്റെ വൃക്ക 2 തകരാറില്ല. ഞങ്ങൾ അതിനുവേണ്ടി ചികിത്സാ സഹായത്തിന് വേണ്ടി പോയിരുന്നു. ഞങ്ങൾ കൂട്ടുകാരികളെല്ലാം പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്തു. 6 ലക്ഷം രൂപയോളം പിരിച്ചിട്ടുണ്ട്. ഇനി 20 ലക്ഷം രൂപയും കൂടെ വേണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് സഹായിക്കുക. ഞങ്ങൾ സഹായിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ അച്ഛനെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ 6 ലക്ഷത്തോളം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ സഹായിക്കണം. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഈ കുരുന്ന മക്കൾ കാണിച്ച ആത്മാർത്ഥത നിങ്ങളും ഒന്ന് ഏറ്റെടുത്താൽ ഈ കുട്ടികൾ വിചാരിച്ച ഒരു കാര്യമുണ്ട്, ആ കൂട്ടുകാരുടെ അച്ഛനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ചെറിയ സഹായം ഈ കുടുംബത്തിന് നൽകി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചുവരും. ഈ കുട്ടികളുടെ വലിയൊരു സ്വപ്നം തന്നെ സാധിച്ചു കൊടുക്കാൻ കഴിയുകയായിരിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണമെന്നും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയണം. 20 ലക്ഷം ഞങ്ങൾക്ക് കണ്ടെത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവുകയുള്ളൂ. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സഹായിക്കണം. ഞങ്ങളുടെ കൂട്ടുകാരിയുടെ അച്ഛന് വേണ്ടിയാ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. എല്ലാവരും സഹായിക്കണം.